18 വയസ്സിന് താഴെയാണ് കുട്ടിയെങ്കിൽ ആ കുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിലും അതിനെ റേപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇവിടെ മൈനർ ഗേൾ അല്ലെങ്കിൽ മാരീഡ് ഗേൾ എന്ന വേർഡാണ് BNS ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് സിമിലർ ആയിട്ടുള്ള നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ടിന്റെ പ്രൊവിഷൻസിനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. റേപ്പ് വിക്ടിംസിന്റെ പണിഷ്മെന്റിന്റെ കാര്യത്തിലായിരുന്നു ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. വിക്ടിമിന്റെ പ്രായത്തിനനുസരിച്ച് പ്രതിക്ക് കിട്ടുന്ന പണിഷ്മെന്റിലാണ് ഈ ഡിഫറൻസ് ഉള്ളത്. അത് 12, 16, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന തരത്തിലുള്ള ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷനും BNS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ഉള്ളത് ഗ്യാങ് റേപ്പ് ഓഫ് മൈനർ. ഇപ്പൊ 12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് ഗ്യാങ് റേപ്പ് ചെയ്ത് കൊല്ലുന്നതെങ്കിൽ പ്രതികൾക്ക് തീർച്ചയായും വധശിക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ അതിനിവിടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഏത് കുട്ടിയാണെങ്കിലും ഏത് മൈനർ ഗേൾ ആണെങ്കിലും വിക്ടിം ഒരു ഗ്യാങ് റേപ്പിലാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടിയുടെയും ഗ്യാങ് റേപ്പിന് പ്രതികൾക്ക് ഡെത്ത് പെനാലിറ്റിയും ഹോൾ ലൈഫ് ഇംപ്രിസൺമെന്റും കിട്ടാവുന്ന രീതിയിലാണ് BNS ഇത്തരം ഒഫൻസുകളുടെ പണിഷ്മെന്റ്സ് എൻഹാൻസ്